ടീച്ചറിനോടടുക്കാം അമ്മയോളം. പ്രിയ DCL കൂട്ടുകാരി, മനസ്സു നിറയെ മറ്റുള്ളവർക്കായി പകർന്നു നൽകാൻ സ്നേഹം മാത്രം നിറച്ച് യാത്ര തുടങ്ങുകയായിരുന്നു സിസ്റ്റർ ഹിസ് ലൈറ്റ് SD എന്ന അധ്യാപികയായ വിരമിച്ച സന്യാസിനി. എന്നാൽ ഡ്രൈവർ സ്ട്രെച്ചിട്ട് അടയ്ക്കേണ്ട ബസിന്റെ ഓട്ടോമാറ്റിക് വാതിൽ അടയ്ക്കാതെ വേഗത്തിൽ മുന്നോട്ടു പോയ ബസിൽ നിന്ന് സിസ്റ്റർ റോഡിലേക്ക് തെറിച്ചു വീണു. ഗുരുതര പരിക്കുകളെ അതിജീവിക്കാനാകാതെ നമ്മളോട് വിട പറഞ്ഞു. കോതമംഗലം കോഴിപ്പിള്ളയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഈ കഴിഞ്ഞ വർഷം ഉന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച് നിരവധി മേഖലകളിൽ സജീവ ശുശ്രൂഷ ചെയ്യുന്നതു വന്ന നല്ല അധ്യാപികയായ സിസ്റ്ററിന് ഇന്നലെ 1/7/2024 ജീവൻ നഷ്ടമായത്. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപിക സമൂഹത്തിൻ്റെ പ്രസരിപ്പായിരുന്നു. ഏവർക്കും പ്രിയങ്കരിയായിരുന്ന സ്വപ്ന രാജേഷ് ടീച്ചർ 10C-യുടെ ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും സഹ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മനോജ്മേജിയുടെയും അഭിമാനവും ആഹ്ലാദവുമായിരുന്ന സ്വപ്ന ടീച്ചർ ഇന്നലെ 1/7/2026 നന്നായി പഠിപ്പിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് വീട്ടിലേക്ക് പോയതാണ്. പതിവ് പോലെ ഇന്നു രാവിലെ സ്കൂളിലെത്താമെന്ന പ്രതീക്ഷയിലാണ് പ്രിയ ടീച്ചർ പോയത്. എന്നാൽ വീട്ടിൽ വെച്ച് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടാകുകയും ജീവൻ നഷ്ടമാകുകയുമാണുണ്ടായത്. പ്രിയ കൂട്ടുകാരെ, 2 ഗുരു സ്റ്റേഷൻ അപ്രതീക്ഷിതമായി വിദ്യാർത്ഥി ലോകത്തോടെ യാത്ര പറഞ്ഞു. ഹെസ്റ്റഡ് സിസ്റ്ററിൻ്റെയും സ്വപ്ന ടീച്ചറിൻ്റെയും വിദ്യാർത്ഥികൾ മൃതദേഹ പേടകങ്ങൾക്കരികിലൂടെ വിങ്ങി കരഞ്ഞു നീങ്ങുന്നതു കണ്ടു. വിദ്യാഭ്യാസകലത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ഫുൾ എപ്സ് വാങ്ങുന്നതോ കാലത്തിലോകമോ പ്രതിഭയോ ആകുന്നതോ ആണ്. സമ്മാനങ്ങൾ ഒന്നും കിട്ടുന്നില്ലെങ്കിലും താൻ ബഹുമാനിക്കുന്ന അധ്യാപകരുടെ പ്രീതിയും വാത്സല്യവും തന്നോടൊപ്പമുണ്ട് എന്ന ഒരേ വിദ്യാർത്ഥിയുടെയും ആത്മവിശ്വാസവും ഉള്ളിലെ അഭിമാനവുമല്ല ഏറ്റവും വലിയ സൗഭാഗ്യം? തീർച്ചയായും അതെ. അതിന് ആത്മാർത്ഥമായും സത്യതയായും ഉണ്ടായാൽ മതി. അധ്യാപകരോട് എത്രമാത്രം അടുപ്പമാകും